ഹലോ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഹന്നയുടെ റയാന്റെ സ്കൂളിൽ പോണതാണ് കേട്ടോ കാണിക്കണത്. അവര് 10 ദിവസത്തെ വെക്കേഷന് ശേഷം വീണ്ടും സ്കൂളിലേക്ക് പോണതാണ് കാണിക്കണത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയൊന്നും കാണിച്ചിട്ടില്ല കേട്ടാ ഞാന്. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും മുട്ടക്കറിയായിരുന്നു. അപ്പൊ അത് തന്നെയാണ് അവര് ലഞ്ചിന് കൊണ്ടുപോകണത് കേട്ടാ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഹന്നതാ പുറത്തേക്ക് ഇറങ്ങിയതാ. വണ്ടി വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ. ഇന്ന് വണ്ടി വരാൻ നേരം വൈകിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇങ്ങനെ എല്ലായിടത്തും നല്ല പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടാ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അതൊക്കെ കാണുന്നത്. ഞങ്ങൾ പൊതുവെ അങ്ങനെ ഉണ്ട് പുറത്തേക്ക് ഇറങ്ങാത്ത ആൾക്കാരാണ്. കാരണം പുറത്തേക്ക് ഇറങ്ങണ റോട്ടിലേക്കായ കാരണം നമ്മൾ വല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങില്ല. പക്ഷെ ഈ മതിലിന്റെ സൈഡിലൊക്കെ പൂവ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ അതൊക്കെ പൊട്ടിച്ചെടുക്കാണ് ഹന്നക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത് ട്ടാ. ഈ പൂക്കള്, പിന്നെ കിളികളെ, പൂച്ച, മൃഗങ്ങളെ കാണുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഹന്ന. അപ്പൊ അതൊക്കെ ഇതാക്കി. അപ്പൊ ഞാൻ ഫോൺ വിളിച്ചപ്പോ ഡ്രൈവർ പറഞ്ഞ് അകത്തേക്ക് കേറിക്കോ, ഞാന് എത്താനായ വിളിക്കാം, അപ്പൊ പുറത്തേക്ക് വന്നാ മതി എന്ന് പറഞ്ഞിട്ടാ ഡ്രൈവർ. അപ്പൊ നേരം വൈകും എന്ന് പറഞ്ഞു. കുറച്ച് ലേറ്റ് ആയിട്ടാണ് വണ്ടി വരിക എന്നാണ്. അപ്പൊ അങ്ങനെ അകത്തേക്ക് കേറണില്ലെന്ന് കേട്ടോ. നമ്മളെ മുറ്റത്ത് നിൽക്കുകയാണ്. അപ്പൊ ഹന്ന ഉമ്മാനോട് ചോദിക്കുകയാണ് പൂ പൊട്ടിക്കട്ടെ എന്ന്. ഹന്നക്ക് ആ പൂവ് അവിടെ നിൽക്കണ കാണുമ്പോഴേ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് പൊട്ടിക്കട്ടെ, അത് ചീഞ്ഞ് പോകുന്നൊക്കെയാണ് ഉമ്മാനോട് പറയുന്നത്. അപ്പൊ ഉമ്മ പറഞ്ഞ് പൊട്ടിക്കാൻ പാടില്ല, പൂവ് അവിടെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞ്. എന്നിട്ടും അയിമന്നൊരു ഇതള് പൊട്ടിച്ചിട്ടാള് കുറുബത്തി. അങ്ങനെ അടുത്ത പൂമ്മേൽക്ക് ചെല്ലുകയാണ്. അപ്പൊ അത് പൊട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ട്ടോ നമ്മളെല്ലാരും. പൂ ഉണ്ടാവണൊന്നും പൊട്ടിക്കരുത് ഹന്ന പറഞ്ഞു. മുന്നേ നമ്മളവിടെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു ട്ടാ, റോഡൊക്കെ വരുന്നതിന്റെ മുന്നേ. പിന്നെ അതൊക്കെ പോയതായിരുന്നു. പിന്നെ മതിൽ പണിയും പിന്നെ റോഡ് പണിയൊക്കെ ആയപ്പോ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു. കാരണം നമ്മളെ വീടിന്റെ മുമ്പില് 3 വീടുണ്ടായിരുന്നു. അത് നമ്മളെ മാമാരെ വീടായിരുന്നു. അവരെ വീടൊക്കെ റോഡ് വന്നപ്പോ പോയതാണ് ട്ടാ. നമ്മളെ വീട് അവരെ വീടിന്റെ ബാക്കിൽ റോഡ് സൈഡിലൊന്നും ആയിരുന്നില്ല, കുറച്ച് ഉള്ളിലേക്കായിട്ടായിരുന്നു. റോഡ് വന്നപ്പോ നമ്മളെ വീട് ഇപ്പൊ റോട്ടിലേക്കായി എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരുപാട് മരങ്ങൾ അവരെ വീട് പൊളിക്കണത്, പിന്നെ മരങ്ങൾ മുറിക്കല്, അങ്ങനെ കുറേ ഒരുപാട് 3-4 വർഷമായിട്ട് ഈ പണി തന്നെയായിരുന്നല്ലോ. അപ്പൊ നമ്മള് പണിക്കാരും ഇതൊക്കെ ഉണ്ടാവുമ്പോ അങ്ങനെ ഉണ്ട്, ബംഗാളികളൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ വല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങലൊന്നും ഉണ്ടായിരുന്നില്ല. മുറ്റടിക്കും ജസ്റ്റ്, എന്നിട്ട് പിന്നെ അകത്തേക്ക് കയറും, അത്ര തന്നെ. അല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചെടികൾ കുഴിച്ചിടാനോ അതിനൊന്നും നിൽക്കാറുണ്ടായിരുന്നില്ല ട്ടാ. വേഗം തന്നെ കേറലായിരുന്നു. ഭയങ്കര ബഹളായിരുന്നു. ഇപ്പൊ ഒരു 4-5 വർഷമായിട്ട് നല്ല ബഹളം തന്നെ. ഇപ്പോഴാണ് ഒന്ന് ഒതുങ്ങിയത് ട്ടാ. ഇപ്പോഴും റോഡ് ഇടക്കൊക്കെ പൊളിയുമ്പോൾ പണിക്കാർ വരും, ഭയങ്കര ബഹളം തന്നെയാണ് റോട്ടില്. അപ്പൊ ഇപ്പൊ ഇനി ഞങ്ങൾ വീണ്ടും രണ്ടാമതും ചെടികളൊക്കെ വെച്ച് സെറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കണം ട്ടാ. ഇപ്പൊ ഇവിടെ ഉള്ള ചെടികളൊക്കെ എന്ന് പറഞ്ഞാല് ഒരു മാമ ഞങ്ങളെ വീടിന്റെ ബാക്കിലൊക്കെ ആയിട്ട് തന്നെയാണ് വീട് വാങ്ങിച്ചത് ട്ടാ. അവരിപ്പോ ഗൾഫിലാണ്. അപ്പൊ ആ വീട്ടിൽ നിന്ന് കൊടുന്ന് വെച്ചിട്ടുള്ള ചെടികളാണ് ഇപ്പൊ ഇത് ട്ടാ. അതാണ് ഇപ്പൊ ഞങ്ങൾ നോക്കണത്. അപ്പൊ അവിടേക്ക് ഞങ്ങൾ ഇടയ്ക്ക് പോകുമ്പോ ഞങ്ങൾ അവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും, അവിടെ കുറച്ച് ചെടികളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ നന്നായി വാടിപ്പോണ ചെറിയ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ചെടികളൊക്കെ ഞങ്ങൾ 2-3 ഇവിടെ കൊടുന്ന് വെച്ചിട്ടാ. എന്നിട്ട് ഞങ്ങളിപ്പോ അതിനെ നോക്കുകയാണ്. അപ്പൊ അന്നനോട് കുറേ നേരമായി അകത്തേക്ക് കയറ് എന്ന് പറയുന്നുണ്ട്. എനിക്ക് പണികളുണ്ട്. അപ്പൊ ഇന്ന് എനിക്കും ഉമ്മാക്കും പുറത്തേക്ക് ഒന്ന് പോണം. ഇവര് സ്കൂളിൽ പോയതിന്റെ ശേഷമാണ് ഞങ്ങള് പുറത്തേക്ക് ഒന്ന് പോണട്ടാ. ഒരു കാര്യമുണ്ട്, പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഞങ്ങള് വേഗം തന്നെ പണികൾ കഴിക്കാൻ വേണ്ടി. അപ്പൊ നോക്കുമ്പോ വണ്ടിയാണെങ്കിൽ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് വേഗം തന്നെ അലക്കാനുള്ള മുക്കിയൊക്കെ മുക്കി വെച്ചിട്ടാ. എന്നിട്ടും അകത്തേക്ക് കയറിയിട്ടില്ല ട്ടാ. അങ്ങനെ ഉമ്മ പറഞ്ഞ് നമുക്ക് വേഗം ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ട്ടാ. അപ്പൊ ലൈൻ കമ്പികളൊക്കെ നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് കൂടെ തന്നെയാണ് ട്ടാ പോണത്. അതൊക്കെ ഒന്ന് നോക്കിയതാ ഞാന്. അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോഴാണ് ഒന്ന് വിശദമായിട്ട് നോക്കുള്ളൂ. പിന്നെ ലൈറ്റുകളൊക്കെ അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും ഓൺ ആക്കിയിട്ടില്ല ട്ടാ. ഇതുവരെ രാത്രി ഒന്നും ഓൺ ആക്കിയിട്ടില്ല. എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിങ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ അവസാനം വീട്ടിലേക്ക് അകത്തേക്ക് തന്നെ കയറി.
ഉമ്മാനായിട്ട് ഇരുന്നിട്ട് കഥ പറയാണ് ട്ടോ. അപ്പൊ ഒരു പല്ല് ഇളകുണ്ട്, അത് ഇതുവരെ പറിച്ചെടുത്തിട്ടില്ല കേട്ടാ. ഹന്നയുടെ പല്ല് ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഒരു അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉമ്മ പറയുന്നുണ്ട് അതൊക്കെ ശരിയായിട്ട് നല്ലപോലെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പ്രായത്തില് കുട്ടികളെ പല്ലൊക്കെ കാണാൻ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഹന്നയുടെ ബാഗ് ചീത്തായിട്ടുണ്ടായിരുന്നു. ഇത് മുന്നേ റയാൻ കൊണ്ടുവരുന്ന ബാഗാണ് കേട്ടാ. അതാണ് ഇപ്പൊ ഹന്ന കൊണ്ടുപോകുന്നത്. അപ്പൊ ആൾക്ക് അത്ര ഇഷ്ടമായിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഈ ബാഗ് കൊണ്ടുപോയി ഇതിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ അങ്ങനെ അത് കൊണ്ടുപോയിണ്. പിന്നെ റയാനിക്കാന്റെ ചായ കുടിയും ഇതൊക്കെ കഴിഞ്ഞ് റയാനിക്ക ഇന്ന് നടന്നിട്ടാണ് പോണത് ട്ടാ സ്കൂളിലേക്ക്. അപ്പൊ ഇതാ റയാൻകാക്കാന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് റയാൻകാക്ക ഇതാ പുറപ്പെടാൻ പോവാണ്. അപ്പൊ ഇന്ന് സൈക്കിൾമ പോണില്ല, എന്താണ് ഞാൻ നടന്നിട്ട് പോയിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിക്കണ ആള് ട്ടാ. അങ്ങനെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചിട്ട്, ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഴി ഉണ്ട് എന്ന് പറഞ്ഞില്ല, ആ കുഴി ഇതുവരെ അവര് മൂടിയിട്ടില്ല. ഇതിലെന്തോരം ആൾക്കാരാ വീഴുന്നത്. ഇപ്പൊ അങ്ങനെ വീഴണില്ല, കാരണം അവിടെ ഇതൊക്കെ വെച്ച കാരണം വീണില്ല. മറ്റേത് ബൈക്കുമ്മ വരുന്നവരൊക്കെ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുമ്പോ ഇവിടെ കുഴിയുള്ള കാണുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ അടുത്തുള്ള ഒരു വീട്ടിലത്തെ ഒരാൾ ഇതിൽ വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ. ആളെ മൊബൈൽ ഫോൺ ഇതിൽ പോയി, ഇതുവരെ കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ അങ്ങനെ കുറെ അപകടങ്ങൾ ഈ കുഴി കൊണ്ട് ഇപ്പൊ നമ്മളവിടെ ഉണ്ടാവുന്നുണ്ട് ട്ടോ. അപ്പൊ ഞാൻ അതൊന്ന് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നതാണ്. അപ്പൊ പിന്നെ അന്നെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിട്ടാ, വണ്ടി വരാനായി എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഇതാ ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, ഇല്ലടി വേങ്ങട് അകത്തേക്ക് ഗേറ്റിന്റെ ഉള്ളിലേക്ക് കയറ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നെ കേൾക്കുവോ? അന്നെ അവിടെ തന്നെ നിന്നിട്ട് തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ മഴയൊന്നും ഇല്ലാത്ത കാരണം നന്നായി പൊടി പാറുന്നുണ്ട് ട്ടോ. നമ്മളെ അകത്തേക്കൊക്കെ നന്നായി പൊടി വരുന്നുണ്ട്. അടിച്ചു വരുമ്പോഴും തുടക്കുമ്പോഴൊക്കെ നന്നായി പൊടിയുണ്ട് ട്ടാ. ഇപ്പൊ മഴയില്ലാത്ത കാരണം പൊടിയൊക്കെ മണ്ണൊക്കെ ഉണങ്ങിയിരിക്കല്ലേ. അപ്പൊ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ നന്നായി പൊടി പാറുന്നുണ്ട് ട്ടാ. പിന്നെ നല്ല വേനലാവുമ്പോ നമ്മള് സാധാരണ മുറ്റത്തൊക്കെ വെള്ളം അടിച്ചിടാറാണ് ട്ടാ. റോട്ടിലേക്കൊക്കെ കുറച്ച് വെള്ളം അടിച്ചിട്ട് അതിനെ മോട്ടർ ഓൺ ചെയ്തിട്ട് വെള്ളം അടിച്ചിടും. അപ്പൊ കുറച്ച് തണവും ഉണ്ടാവും, പൊടി പാറലിന് കുറവും ഉണ്ടാവും ട്ടാ. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഇപ്പൊ വണ്ടികൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ സ്റ്റോപ്പ് ഒന്നും ഇല്ലാത്ത കാരണം വണ്ടികൾ വല്ലാണ്ട് നിർത്തിയിടുക അങ്ങനത്തെ ബഹളങ്ങളൊന്നും ഉണ്ടാവില്ല. വണ്ടി ഇങ്ങനെ പോകുന്നു മാത്രം, മനസ്സിലായ? അത്രന്നെ ഉള്ളൂ. അല്ലാണ്ട് വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടുള്ള പരിപാടികളൊന്നുമില്ല. പിന്നെ ബ്ലോക്കും കാര്യങ്ങളും വരുമ്പോ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ഒരു പ്രശ്നം ട്ടാ. മറ്റേത് വണ്ടികൾ ഇങ്ങനെ പോണെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ റയാനിക്കൊക്കെ പോയി. ഇനിതാ ഹന്ന ഇതാ എന്നിട്ടും പോയിട്ടില്ല. റയാന് പോയിട്ടും ഹന്ന പോയിട്ടുണ്ടായിരുന്നില്ല ട്ടാ. അങ്ങനെ ഇതാ ഹന്ന പറയുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹന്നയും പോയി. ഞാനും ഉമ്മയും ഒരുങ്ങി എന്നിട്ട് ഇതാ പോവുണ്ടാ. ഞങ്ങൾ പോണത് എവിടേക്കാന്ന് വെച്ചാല് റേഷൻ കടയിലേക്കാണ് ട്ടാ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് എന്താണ് ഞായറാഴ്ച ആയ കാരണം ഇവർക്ക് കുട്ടികൾക്കൊക്കെ കൊണ്ട് മേടിപ്പിക്കാൻ പറ്റിയില്ല. അപ്പൊ അരി മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഞാനും ഉമ്മയും ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് ഓട്ടോയിൽ പോവാണ് റേഷൻ കടയിലേക്ക്. അങ്ങനെ റേഷൻ കടയിൽ എത്തി അരിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഓട്ടോ വിളിച്ചിട്ട് ആ ഓട്ടോ വിട്ടുകൊടുക്കുക ചെയ്തത് ട്ടാ. അയാൾക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല എന്നിട്ട്. എന്നിട്ട് ആ റേഷൻ കടക്കാർ വീണ്ടും രണ്ടാമത് വേറൊരു ഓട്ടോ വിളിച്ചു തരിക ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് എത്തിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായല്ലോ. ബൈ.